ഗോസ്റ്റ് പെയറിംഗ് ഒരു ഡിവൈസ് ഫോണിലേക്കോ കമ്പ്യൂട്ടറിലേക്കോ ലിങ്ക് ചെയ്യുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഗോസ്റ്റ് നിങ്ങളുടെ കൂടെയുണ്ട്. അതെ, ഗോസ്റ്റ് പെയറിംഗ് ഇന്ന് ലോകവ്യാപകമായി വാട്സാപ്പ് ഉപഭോക്താക്കൾക്കിടയിൽ പടരുന്ന ഒരു പുതിയ സൈബർ തട്ടിപ്പായി മാറിയിട്ടുണ്ട്. വാട്സാപ്പിന്റെ ഡിവൈസ് ലിങ്കിങ് ഫീച്ചർ ദുരുപയോഗം ചെയ്താണ് ഗോസ്റ്റ് പെയറിംഗ് തട്ടിപ്പ് അരങ്ങേറുന്നത് തന്നെ. സാധാരണയായി ഒരു QR കോഡ് സ്കാൻ ചെയ്തോ ഫോൺ നമ്പറോ OTP ഉപയോഗിച്ചോ ആണ് നമ്മൾ ഒരു ഡിവൈസ് മറ്റൊരു കമ്പ്യൂട്ടറിലേക്കോ ഫോണിലേക്കോ ലിങ്ക് ചെയ്യുന്നത്. എന്നാൽ ഗോസ്റ്റ് പെയറിംഗ് തട്ടിപ്പിൽ യാതൊരു വിധത്തിലുള്ള OTPയോ പാസ്വേഡോ ഇല്ലാതെ തന്നെ ഹാക്കർമാർക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കും. ഒരു സുഹൃത്തിൽ നിന്നോ അല്ലെങ്കിൽ പരിചയക്കാരിൽ നിന്നോ വരുന്ന ഒരു കോമൺ മെസ്സേജിലൂടെയാണ് ഈ തട്ടിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. ഹായ്, ഞാൻ നിങ്ങളുടെ ഒരു ഫോട്ടോ കണ്ടെത്തിയെന്നോ അല്ലെങ്കിൽ ഈ ഫോട്ടോ കാണുന്ന നിങ്ങളാണോ എന്നുള്ള ചോദ്യങ്ങളോട് കൂടിയ സന്ദേശമായിരിക്കും ഇത്. ഇതിനോടൊപ്പം ഒരു ലിങ്കും ഉണ്ടായിരിക്കും. ഈ ലിങ്ക് കാണുമ്പോൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സോഷ്യൽ മീഡിയ ലിങ്കോ പോലെയാണ് നമുക്ക് തോന്നുന്നത് തന്നെ. നിങ്ങൾ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു വ്യാജ വെബ് പേജിലേക്കാണ് എത്തുക. ഈ പേജിലെ ഉള്ളടക്കം കാണുന്നതിന് നിങ്ങളോട് വെരിഫിക്കേഷൻ നടത്താൻ ആവശ്യപ്പെടും. തുടർന്ന് വാട്സാപ്പിന്റെ ഔദ്യോഗിക പെയറിംഗ് കോഡ് സൃഷ്ടിക്കുവാനായി നിങ്ങളുടെ ഫോൺ നമ്പർ നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്യും. നിങ്ങളെ കൊണ്ട് തന്നെ ഈ കോഡ് ഹാക്കറുടെ വ്യാജ പേജിൽ ടൈപ്പ് ചെയ്യിപ്പിക്കുന്നതിലൂടെ അവർ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യുവാനുള്ള അനുവാദവും നേടുന്നു. നിങ്ങളുടെ ഈ കോഡ് നൽകുന്നതോടെ ഹാക്കറുടെ ഡിവൈസ് നിങ്ങളുടെ വാട്സാപ്പുമായി ലിങ്ക് ചെയ്യപ്പെടും. ഇതോടെ അവർക്ക് നിങ്ങളുടെ സന്ദേശങ്ങൾ വായിക്കുവാനും ഫോട്ടോകളും വീഡിയോകളും ഡൗൺലോഡ് ചെയ്യുവാനും നിങ്ങളുടെ പേരിൽ മറ്റുള്ളവർക്ക് സന്ദേശങ്ങൾ അയക്കുവാനും സാധിക്കും. ഈ സമയത്തെല്ലാം നിങ്ങളുടെ ഫോൺ സാധാരണ പോലെ തന്നെ പ്രവർത്തിക്കുന്നതിനാൽ നിങ്ങളുടെ വിവരങ്ങൾ ചോർത്തപ്പെടുന്നു എന്ന കാര്യം നിങ്ങൾ അറിയുക പോലുമില്ല. നിങ്ങളുടെ വാട്സാപ്പ് അക്കൗണ്ട് മറ്റാരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ എന്ന് കണ്ടെത്താൻ ചില സൂചനകളുണ്ട്. നിങ്ങൾ റീഡ് ചെയ്യാത്ത മെസ്സേജ് ബ്ലൂ ടിക്കിൽ കാണുക, നിങ്ങൾ അയക്കാത്ത മെസ്സേജ് ചാറ്റിൽ പ്രത്യക്ഷപ്പെടുക, നിങ്ങളുടെ പ്രൊഫൈൽ വിവരങ്ങളിൽ ചെറിയ രീതിയിൽ ചേഞ്ചസ് വരിക എന്നിവയ്ക്കാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ വേണ്ട നടപടികൾ സ്വീകരിക്കണം. യൂറോപ്പിന്റെ ചില ഭാഗങ്ങളിൽ നിന്നാണ് ഈ തട്ടിപ്പ് ആദ്യമായി റിപ്പോർട്ട് ചെയ്തെങ്കിലും ഇപ്പോൾ ഇത് ലോകമെമ്പാടും പടരുകയാണ്. വാട്സാപ്പ് ഉപഭോക്താക്കളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് തട്ടിപ്പിന്റെ വ്യാപ്തിയും വർദ്ധിക്കുന്നു. അതുകൊണ്ട് തന്നെ ഏത് രാജ്യത്തിലുള്ളവരാണെങ്കിലും ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഗോസ്റ്റ് പെയറിംഗ് പോലുള്ള തട്ടിപ്പുകളിൽ നിന്ന് രക്ഷ നേടാൻ ചില മുൻകരുതലുകൾ എടുക്കാവുന്നതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ലിങ്ക്ഡ് ഡിവൈസുകൾ കൃത്യമായി പരിശോധിക്കുക എന്നതാണ്. നിങ്ങളുടെ വാട്സാപ്പ് അക്കൗണ്ട് കൂടുതൽ സുരക്ഷ നൽകുന്നതിന് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഓൺ ചെയ്യുക. ഇത് നല്ലതാണ്. മാത്രമല്ല, അപരിചിതരിൽ നിന്ന് ലഭിക്കുന്ന ലിങ്കുകൾ ക്ലിക്ക് ചെയ്യാതിരിക്കുക. സുഹൃത്തുക്കളോ പരിചയക്കാരോ ആണെങ്കിൽ പോലും അസ്വാഭാവികമായ സന്ദേശങ്ങളോ ലിങ്കുകളോ അയക്കുകയാണെങ്കിൽ അവരോട് ചോദിച്ച് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം ക്ലിക്ക് ചെയ്യുക. മാത്രമല്ല, QR കോഡുകൾ സ്കാൻ ചെയ്യുമ്പോഴും പെയറിംഗ് കോഡുകൾ നൽകുമ്പോഴും വളരെയധികം ജാഗ്രത പാലിക്കണം. സാങ്കേതികവിദ്യ വളരുന്നതിനോടൊപ്പം തന്നെ തട്ടിപ്പുകാരുടെ രീതികളും മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അശ്രദ്ധയാണ് അവർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ആയുധം. അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ ലോകത്ത് ഇടപെടുമ്പോൾ ജാഗ്രത പാലിക്കുക എന്നതാണ് ഏറ്റവും നല്ല പ്രതിരോധം.